ഇവിടുത്തെ കേട്ടാൽ തോന്നും ഈ ജോലിക്ക് പോകുന്നതിന് നമ്മൾ ഭയങ്കര എതിരാണെന്നും. അതേപോലെ തന്നെ സത്യത്തിൽ ചരിത്രം പരിശോധിച്ചാൽ എന്നാണ് സ്ത്രീകൾ, മുസ്ലിം സ്ത്രീയല്ല, എന്നാണ് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത്? ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് സ്ത്രീകൾ പുറത്തെ പണിക്ക് പോകുന്ന ശീലം ലോക ചരിത്രത്തിലില്ല. നമ്മളവിടെ അല്ല, ലോക ചരിത്രത്തിലില്ല. ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടി, ഭർത്താവിന്റെ ജോലി സഹായിക്കാൻ വേണ്ടി സ്ത്രീ പോകുമെന്നല്ലാതെ രാവിലെ മാറ്റിയിറങ്ങിയിട്ട് ജോലിക്ക് പോകുക എന്നൊരു പരിപാടി ആദ്യമായി ലോക ചരിത്രത്തിൽ ഉണ്ടായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. കാരണം എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ 20% പുരുഷന്മാർ മരിച്ചുപോയി. അവിടെ ജോലിക്ക് പോകാൻ ആളില്ലാതായി, വിധവകളെ ഏറ്റെടുക്കാൻ ആളില്ലാതായി. അന്ന് ബോർഡ് വെച്ച് പെണ്ണുങ്ങൾ ആണുങ്ങളെ വേണമെന്ന് പുറത്ത് ബോർഡ് വെച്ച ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഇവിടെ ആണിന് ആവശ്യമുണ്ട് എന്ന് പുറത്ത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ബോർഡ് വെച്ച ഒരു കാലം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നാണ് ലോക ചരിത്രത്തിൽ സ്ത്രീ ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പൊ ഇതൊന്നും ഇവിടെ ചില ആളുകൾ ഉണ്ടാക്കി കൊണ്ടൊന്നല്ല. ചരിത്രം അതിന്റെ യാഥാർത്ഥ്യം എന്നും സംസാരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്ലാം എന്നും സ്ത്രീയെ ആദരിച്ചിട്ടുള്ളൂ, സ്ത്രീക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകിയിട്ടുള്ളൂ. അതൊക്കെ ഏതൊരു ചരിത്രത്തെക്കാളും സംസ്കാരത്തെക്കാളും അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ഇസ്ലാമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹം ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ മാർക്കറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതേപോലെ തന്നെ യുദ്ധത്തിൽ സഹായിച്ച മുസ്ലിം സ്ത്രീകളെ, സഹാബി വനിതകളുടെ പേര് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇസ്ലാം കൃത്യമായിട്ട് സ്ത്രീകൾക്ക് അതിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ വകവെച്ച് നൽകിയിട്ടുണ്ട്. ഒരു അടിച്ചമർത്തലും ഒരു വിവേചനവും സ്ത്രീയോട് ഇസ്ലാം കാണിച്ചിട്ടില്ല. പക്ഷേ എന്താണ് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ, ഹിജാബ് പുറത്തിറങ്ങുമ്പോൾ ഹിജാബ് ധരിക്കുക എന്നത്, അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത് എന്ന്, അന്യ സ്ത്രീകളുടെ അനുനയത്തിൽ സംസാരിക്കരുത് എന്നത്, പരപുരുഷന്മാരുമായി മഹറമല്ലാത്ത ആളുകളുമായി ഒഴിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യുക എന്നത്, അതേപോലെ തന്നെ കൂടിക്കലർന്ന് സംസാരിക്കുക എന്നത്, അവർ കൂടാതെ ഒറ്റക്ക് ദീർഘമായ യാത്രകൾ നടത്തുക എന്നത്, പുറത്ത് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങുക, ഇതൊക്കെ ഇസ്ലാം കൃത്യമായിട്ട് വിരോധിച്ചത്. അത് നമ്മൾ പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ഇതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല. ഇതൊക്കെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ച നിയമങ്ങളാണ്. അത് ഫോളോ ചെയ്യുന്നവനാണ്, അതനുസരിച്ച് ജീവിക്കേണ്ടവനാണ് ഒരു വിശ്വാസം.